നമസ്കാരം. ഇറാനും ഹിസ്ബുള്ള തീവ്രവാദികളും ഇസ്രായേൽ ആക്രമിക്കുമെന്ന ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കാൻ ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് അവരുടെ സൈനിക മേധാവികളോട് ആവശ്യപ്പെട്ടു. ഇസ്രായേലിൻ്റെ വ്യോമസേനയും കരസേനയും എല്ലാം തന്നെ അങ്ങേയറ്റം ജാഗ്രത പാലിക്കണം എന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസം സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേർക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 7 ഇറാൻ നേതാക്കൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ഈയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ 7 നേതാക്കൾ കൊല്ലപ്പെട്ടതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാനും ഹിസ്ബുള്ളയും കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഒരുപക്ഷെ ഇവർ നേരിട്ട് ഇസ്രായേലിലേക്ക് തന്നെ ആക്രമണം നടത്തുമോ എന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ സംശയം. സാധാരണഗതിയിൽ ഇറാൻ ചെയ്യാറുള്ളത് അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പരിശീലനത്തിന് കീഴിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള, ഹൂതി മുതർ തുടങ്ങിയ അവരുടെ സഹായികളെ കൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിക്കുകയായിരുന്നു ഇവരുടെ നേരത്തെയുള്ള രീതി. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ ഇസ്രായേൽ നേരിട്ട് സിറിയയിലേക്ക് ഒരു ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ ഇറാൻ സൈന്യം തന്നെ നേരിട്ട് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുമോ എന്നാണ് സംശയിക്കുന്നത്. പ്രധാനമായും മിസൈലുകളോ അല്ലെങ്കിൽ റോക്കറ്റോ അതുമല്ലെങ്കിൽ ഡ്രോണുകളോ ഒക്കെ ഉപയോഗിച്ചായിരിക്കാം ഒരുപക്ഷെ ഇറാൻ തങ്ങളുടെ നേർക്ക് ആക്രമണം നടത്തുക എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ഈ വർഷം ആദ്യം പാകിസ്ഥാനിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അവരുടെ കീഴിലുള്ള സൈനിക വിഭാഗങ്ങളോട് ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിറിയയിലെ ഡമാസ്കസിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായ മുഹമ്മദ് റസ സഹേദി ഉൾപ്പെടെ 7 പേരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസത്തെ സിറിയയിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ നിരന്തരമായി ഡ്രോണുകളും മറ്റും അയച്ച് ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ ആളപായമുണ്ടായില്ല. മാത്രവുമല്ല, ഈ ഡ്രോണുകളെയൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ ഇറാൻ കൂടി ഇപ്പോൾ ഇസ്രായേലിന് നേർക്ക് നേരിട്ടുള്ള യുദ്ധത്തിന് ഇറങ്ങുകയാണെങ്കിൽ ഇസ്രായേലിന് ഇറാനെയും അതുപോലെ ഹിസ്ബുള്ള തീവ്രവാദികളെയും ഹമാസിനെയെല്ലാം ഒരേ സമയം നേരിടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തും എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന് പ്രതികാരം വീട്ടുക തന്നെ ചെയ്യുമെന്ന് ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയും വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശക്തമായ മുൻകരുതലെടുക്കാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.